ടീം മാറ്റ്കമ്മിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ആധാർ കാർഡിൽ ഇതിൽ എത്ര മൊബൈൽ നമ്പറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ആധാർ കാർഡിന്റെ കോപ്പി ഉപയോഗിച്ചുകൊണ്ട് ഫേക്ക് ആയിട്ട് സിമ്മുകളാണ് എടുക്കാറുണ്ട്. സോ അത് ഉപയോഗിച്ചുകൊണ്ട് അവർ എന്തെങ്കിലും ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി നടത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മളതിന് ആൻസറബിൾ ആയിരിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ കാർഡ് ഉപയോഗിച്ചുകൊണ്ട് എത്ര മൊബൈൽ നമ്പർ നമ്മുടെ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആണ്, രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന വിവരങ്ങൾ അറിഞ്ഞിരിക്കുകയും നമ്മൾ ഉപയോഗിക്കാത്ത നമ്പറുകൾ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് കളയണം. നമ്മൾ ഉപയോഗിക്കാത്ത നമ്പറിനോട് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ അൺലിങ്ക് ചെയ്ത് കളയണം. അതുപോലെ നമ്മളത് റിപ്പോർട്ട് ചെയ്യേണ്ടതും നമ്മുടെ സേഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യങ്ങൾ. ഇതെങ്ങനെ നോക്കാമെന്ന് നമ്മൾ നോക്കാണ്ട് പോകുന്നത്. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്ത് അതിനൊരു ടാഫ്കോപ്പ് TAFCOP ടാഫ്കോപ്പ് എന്നടിക്കുക. ടാഫ്കോപ്പ് എന്നടിച്ചു കഴിയുമ്പോൾ ടാഫ്കോപ്പ് സഞ്ചാർ സാത്തി, സോ ഈ പറയപ്പെടുന്ന ഒരു വെബ്സൈറ്റിലേക്ക് ഇത് ലോഗിൻ ആകുമ്പോൾ നിങ്ങളുടെ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ ഏതാണോ ആ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. തന്നിരിക്കുന്ന ക്യാപ്ച ഏതാണോ ആ ക്യാപ്ച അതേപടി എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വാലിഡേറ്റ് ക്യാപ്ചർ കൊടുക്കുക. ക്യാപ്ച തെറ്റാണെങ്കിൽ വീണ്ടും നിങ്ങളോട് എൻ്റർ ചെയ്യാൻ പറയും. അപ്പോൾ പുതിയൊരു ക്യാപ്ച വരും, ആ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. വീണ്ടും വാലിഡേറ്റ് ക്യാപ്ച കൊടുക്കുക. ക്യാപ്ച വാലിഡേറ്റ് ആണെങ്കിൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരുന്നതാവും. താങ്ക് യു ഫോർ വിസിറ്റിംഗ് സഞ്ചാർ സാത്തി പോർട്ടൽ എന്ന് പറഞ്ഞ് ഏതാണ് വരുന്ന OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ലോഗിൻ പോർട്ടലിലേക്ക് വരും. നിങ്ങൾ ഈ ലോഗിൻ പോർട്ടൽ വരും 3 കാര്യങ്ങളാണുള്ളത്. നിങ്ങളുടെ മൊബൈൽ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറുകളാണ് ഇവിടെ കാണിക്കുക. അതിനകത്ത് 3 ഓപ്ഷൻ ഉണ്ട്. നോട്ട് മൈ നമ്പർ, നോട്ട് റിക്വയർഡ്. നോട്ട് മൈ നമ്പർ, നോട്ട് റിക്വയർഡ്. എന്താണ് വ്യത്യാസം? നോട്ട് മൈ നമ്പർ എന്ന് പറഞ്ഞാൽ ഈ ഒരു നമ്പർ നമ്മൾ എടുത്തിട്ടില്ല. ഓക്കെ, ഈ ഒരു നമ്പർ നമ്മൾ എടുത്തിട്ടില്ല. അതിനുശേഷം ഈ നമ്പർ നമ്മൾ എടുത്തിട്ടില്ല. ഒന്നാമത്തെ കാര്യം നമുക്ക് അവിടെ മനസ്സിലാക്കാണ്ട് ഈ നമ്പർ നമ്മൾ എടുത്തിട്ടില്ല. അതാണ് നോട്ട് മൈ നമ്പർ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ എടുക്കാത്തൊരു നമ്പറാണ് അവിടെ കാണിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യുക, നോട്ട് മൈ നമ്പർ എന്ന് കൊടുക്കുക. അതിനുശേഷം നോട്ട് മൈ നമ്പർ എന്ന് കൊടുക്കുക. അതല്ല, ഇപ്പൊ നമ്മളുടെ ഉണ്ടായിരുന്ന നമ്പറാണ്, പക്ഷെ നമ്മളിപ്പോൾ അത് ഉപയോഗിക്കുന്നില്ല, ആ സിം യൂസ് ചെയ്യുന്നില്ല, നമ്പർക്ക് നമുക്ക് ആവശ്യമില്ലെങ്കിൽ രണ്ടാമത്തെ ഓപ്ഷൻ നോട്ട് റിക്വയർഡ് സെലക്ട് ചെയ്യാം. അതുപോലെ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് റിക്വയർഡ് ആണ്. എന്താണ് റിക്വയർഡ് എന്ന് പറയുന്നത്? സോ ബേസിക്കലി റിക്വയർഡ് ദിസ് ഓപ്ഷൻ ടു ഇൻഫോം ദാറ്റ് സെലക്ടഡ് മൊബൈൽ കണക്ഷൻസ് ആർ ആക്റ്റീവ് ഇൻ യുവർ നെയിം ആൻഡ് നോ ആക്ഷൻ ഈസ് റിക്വയർഡ്. അതായത് ഈ മൊബൈൽ നമ്പർ എന്ന് പറയുന്നത് എന്റെ പേരുള്ള മൊബൈൽ നമ്പറാണ്, ഞാനത് ഉപയോഗിക്കുന്നുണ്ട്, അതിന്റെ പേരിൽ ഒരു ആക്ഷനും എടുക്കേണ്ടതായിട്ടില്ല. നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ എന്താ? നോട്ട് റിക്വയർഡ് എന്ന് പറഞ്ഞാൽ ദിസ് ഓപ്ഷൻ റേസ് ടു റിക്വസ്റ്റ് ദാറ്റ്, അതായത് ഈ മൊബൈൽ നമ്പർ എന്റെ പേരിൽ തന്നെ ഉള്ളതാണ്, പക്ഷെ എനിക്കിനി ആ നമ്പർ ആവശ്യമില്ല. അതാണ് നോട്ട് റിക്വയർഡ് എന്ന് പറയുന്നത്. നോട്ട് മൈ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെലക്ടഡ് മൊബൈൽ നമ്പർ എന്റെ പേരിൽ ആക്ടിവേറ്റ് ചെയ്യുന്ന നമ്പർ എന്റെ നോളജോട് കൂടി ഉള്ളതല്ല, ഇതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ല. ബേസിക്കലി ഈ പറയപ്പെടുന്ന രണ്ട് നമ്പറുകളും എന്റെ തന്നെ നമ്പറുകളാണ്. ഓക്കെ, ഈ 2 നമ്പറുകൾ എൻ്റെ തന്നെ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ രണ്ടും സെലക്ട് ചെയ്യാം. രണ്ടും സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ, യു കനോട്ട് റിപ്പോർട്ട് യുവർ ഓൺ നമ്പർ. അതായത് നമ്മുടെ തന്നെ നമ്പർ നമുക്ക് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാം, കാരണം നമ്മുടെ നമ്പർ ഉപയോഗിക്കുന്നുണ്ടല്ലോ. സോ ബേസിക്കലി രണ്ടാമത്തെ നമ്പർ നമുക്കത് റിക്വയർഡ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ ആദ്യം എൻ്റർ ചെയ്ത നമ്പർ ഏതാണോ ആ നമ്പറാണ് രണ്ടാമത് കാണിച്ചിരിക്കുന്നതെങ്കിൽ ആ നമ്പർ നമുക്ക് എന്താ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം നമ്മൾ അത് ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കണം, അതിലേക്ക് OTP വരും. മറ്റേ നമ്പർ നമ്മുടെ തന്നെയാണെങ്കിൽ സെലക്ട് ചെയ്തതിന് ശേഷം റിക്വയർഡ് എന്ന് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ റിപ്പോർട്ട് എന്ന് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. സോ നത്തിങ് ടു റിപ്പോർട്ട്. ഓക്കെ, റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഒന്നുമില്ല, കഴിഞ്ഞു. സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. നേരെ മറിച്ചൊരു നമ്പർ അല്ലാത്ത രീതിയിലാണ് തരുന്നതെങ്കിൽ നിങ്ങൾ നോട്ട് മൈ നമ്പർ ആണോ നോട്ട് റിക്വയർഡ് സെലക്ട് ചെയ്ത് റിപ്പോർട്ട് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങൾക്ക് ഈ സെഷനിൽ നിന്ന് ലോഗ് ഔട്ട് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ഇൻഫോർമേറ്റീവ് കണ്ടന്റ്സിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മറക്കാതെ കമന്റ് ചെയ്യുക. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.